ലോക ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് ലഹരി വിരുദ്ധ ജനകീയ കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ കണ്ണൂർ സിറ്റിയിൽ ജനജാഗ്രതാ സദസ്സ് സംഘടിപ്പിച്ചു. ലഹരിക്കെതിരെ പോരാടാൻ സമൂഹം ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങണമെന്ന ആഹ്വാനത്തോടെയായിരുന്നു ജനജാഗ്രതാ സദസ്സ് സംഘടിപ്പിച്ചത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ദിവ്യ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ഈ പ്രദേശത്തെ കുഞ്ഞുങ്ങളെ, ഈ പ്രദേശത്തെ യുവാക്കളെ ലഹരിക്ക് അടിമപ്പെടരുത് എന്നും ആരെങ്കിലും ലഹരിയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഭാഗമായി മാറിയിട്ടുണ്ടെങ്കിൽ അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇവ പ്രവർത്തിക്കുന്നത്. ഇവിടെ ഏറ്റവും കൂടുതലുള്ളത് നമ്മുടെ ഈ പ്രദേശത്തെ വിദ്യാർത്ഥികളാണ്. അവരോടെല്ലാം ഉള്ളൊരു അഭ്യർത്ഥന, അപ്പോൾ നിങ്ങൾക്കെല്ലാം ഫുട്ബോൾ ഇഷ്ടമാണല്ലേ? ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ടീം ഏതാണ്? നമ്മുടെ എല്ലാ ടീമിനും ആരാധകരുണ്ടല്ലേ? അപ്പോൾ ഫുട്ബോളിന് ലഹരിയാണല്ലോ അല്ലേ? നമുക്കൊരു ലഹരിയല്ലേ? നമുക്കൊരു ആവേശമല്ലേ? ക്രിക്കറ്റ് ഇഷ്ടമുള്ള ആളുകളുണ്ടാകും. നല്ല ക്രിക്കറ്റ് കളിക്കുന്ന മക്കളുണ്ട് ഇവിടെ ഇരിക്കുന്നവർ. അപ്പോൾ ക്രിക്കറ്റും ഫുട്ബോളും ഇപ്പോൾ പാട്ട് ഇഷ്ടമുള്ള ആളുണ്ടാകും, എഴുതാൻ ഇഷ്ടമുള്ള ആളുകളുണ്ടാകും. അങ്ങനെ നമുക്കിഷ്ടമുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ കൂടെ ഉള്ളപ്പോൾ അതിനപ്പുറത്തേക്ക് മറ്റൊരു ലഹരി തേടിപ്പോകേണ്ട ഒരാവശ്യം നമുക്കില്ലല്ലോ. അതാണ് നമ്മൾ ഉയർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നമ്മുടെ ജീവിതം തന്നെയാണ് നമ്മുടെ ലഹരി. ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു യുവാവ് അദ്ദേഹത്തിൻ്റെ അച്ഛനെ മാരകമായി തല്ലുന്നൊരു ദൃശ്യം CCTVയിലൂടെ, ആ വീട്ടിൽ CCTV ഉണ്ടായിരുന്നത് കൊണ്ട് നമ്മൾ കണ്ടു. മദ്യം കഴിച്ചു കഴിഞ്ഞാൽ, കഞ്ചാവ് കഴിച്ചു കഴിഞ്ഞാൽ സ്വന്തം പിതാവിനെ പോലും തല്ലാൻ വേണ്ടി യാതൊരു മടിയില്ല. കഴിഞ്ഞ ദിവസം മകളെടുത്തൊരാൾ കിണറ്റിലെറിഞ്ഞു. ഒന്ന് ആലോചിച്ച് നോക്കൂ. മദ്യം അല്ലെങ്കിൽ ലഹരി കഴിച്ചു കഴിഞ്ഞാൽ സ്വന്തം മക്കളെ തിരിച്ചറിയാൻ പറ്റുന്നില്ല, ഭാര്യയെ തിരിച്ചറിയാൻ പറ്റുന്നില്ല. അപ്പം നമ്മുടെ ചേട്ടന്മാർ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ ആരെങ്കിലും അത്തരത്തിൽ ലഹരി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയുമെങ്കിൽ അവരോട്, കുഞ്ഞു മക്കളാണെങ്കിലും നിങ്ങൾ പറയണം, നമുക്ക് എന്തെല്ലാം സന്തോഷിക്കാൻ വഴികളുണ്ട്, പിന്നെ എന്തിനാണ് നമ്മൾ അതിൻ്റെ പിറകെ പോകുന്നത്? അത് കുട്ടികളാണെങ്കിൽ പോലും അത് അരുത്, തെറ്റാണ് എന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കും. കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ ഡി അഡിക്ഷൻ സെന്റർ പുനഃസ്ഥാപിക്കണമെന്നും ലഹരിക്കെതിരെയുള്ള നാർക്കോട്ടിക് നിയമം ശക്തമാക്കണമെന്നും ലഹരിക്കെതിരെ പോരാടുന്ന വിദ്യാർത്ഥികൾ, വ്യക്തികൾ, സംഘടനകൾ എന്നിവർക്ക് സംരക്ഷണം ഉറപ്പാക്കണമെന്നും ലഹരിവിരുദ്ധ ജനകീയ കൂട്ടായ്മ അധികൃതരോട് ആവശ്യപ്പെട്ടു. ലഹരിവിരുദ്ധ ജനകീയ കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ ജനജാഗ്രതാ സദസ്സും സമീപ പ്രദേശത്തുള്ള 15ലധികം സ്കൂളുകളിൽ 9000-ഓളം ലഹരിക്കെതിരെയുള്ള ബാഡ്ജുകളും നൽകി. വർഷങ്ങളായി ലഹരി എന്ന മാരകമായ വിപത്തിന് അടിമപ്പെട്ടുകൊണ്ട് സമൂഹത്തിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ടവരെ വീണ്ടും സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക, അതുപോലെ തന്നെ വരുന്ന തലമുറയെ ഈ ലഹരി എന്ന മഹാവിപത്തിൽ നിന്നും മോചിപ്പിച്ചുകൊണ്ട് അവർക്ക് ഈ ലഹരിയെക്കുറിച്ചുള്ള ഒരു ചിന്ത പോലും വരാത്ത രീതിയിൽ അവരെ ഉത്ബുദ്ധരാക്കി, അവരെ ബോധവൽക്കരിച്ചുകൊണ്ട് അത്തരത്തിലൊരു സമൂഹത്തെ വാർത്തെടുക്കുക എന്നുള്ള നല്ല ഒരു തീരുമാനത്തോടു കൂടിയിട്ടാണ് ഈ ലഹരി വിരുദ്ധ ജനകീയ കൂട്ടായ്മ ഞങ്ങളിവിടെ പ്രാരംഭം കുറിച്ചത്. 4 വർഷങ്ങൾക്ക് മുമ്പാണ് നമ്മുടെ ഈ ലഹരി വിരുദ്ധ ജനകീയ കൂട്ടായ്മ എന്നൊരു സംഘടന രൂപീകരിക്കുന്നതിൻ്റെ കാരണം നമ്മുടെ കണ്ണൂരിൽ സിറ്റിയിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് 2 കൊലപാതകങ്ങൾ നടന്നു. ഈ കൊലപാതകങ്ങളോടനുബന്ധിച്ചിട്ടാണ് നമ്മൾ ഈ പ്രവർത്തനം കൂടുതൽ സജീവമാക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഇനി അത്തരത്തിലുള്ള ഒരു കൊലപാതകങ്ങളോ ഒരു പ്രശ്നങ്ങളോ അതുപോലെ തന്നെ എഡിക്റ്റായി പോകുന്ന അവസ്ഥയോ ഇല്ലാതാക്കുക എന്നുള്ളൊരു മുഖ്യ ലക്ഷ്യത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ പ്രവർത്തനം മുമ്പോട്ട് പോകുന്നത്. നമ്മളുമായിട്ട് ഈ പരിസരത്തുള്ള എല്ലാ സ്കൂളുകളും അതുപോലെ തന്നെ വിദ്യാർത്ഥികളും നമ്മളുമായിട്ട് സഹകരിച്ച് പോകുന്നുണ്ട്. എല്ലാ അക്കാഡമിയിലേക്കുള്ള എല്ലാ സ്കൂൾ അധികൃതർ നമുക്ക് എല്ലാവിധ സപ്പോർട്ടും തരുന്നുണ്ട്. നമ്മുടെ ഭാഗത്തു നിന്നുള്ള അവർക്കുള്ള എല്ലാ ക്ലാസ്സുകൾ, ബോധവൽക്കരണ ക്ലാസ്സുകൾ, രക്ഷിതാക്കൾക്കുള്ള ബോധവൽക്കരണ ക്ലാസ്സുകൾ, ഇതൊക്കെ നമ്മൾ സംഘടിപ്പിച്ചു വരുന്നുണ്ട്. ഇന്നത്തെ ലോക ലഹരി വിരുദ്ധ ദിനത്തിൽ വളരെ വിപുലമായ പ്രചരണ പ്രവർത്തനങ്ങളാണ് കണ്ണൂർ ജില്ലയിലെമ്പാടും നടന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളെല്ലാം പറയുന്നത് കേവലം നിയമം കൊണ്ടോ ബോധവൽക്കരണം കൊണ്ടോ മാത്രം നമുക്ക് ഇത്തരം ലഹരികളെ, മാഫിയകളെ ചെറുക്കാൻ പറ്റില്ല. ജനകീയമായി പ്രതിരോധിക്കുവാൻ വേണ്ടി ജനങ്ങളുടെ കൂട്ടായ്മകൾ വ്യാപകമായി വന്ന് ഇന്ന് പുതിയ തലമുറയെ തന്നെ നശിപ്പിക്കുന്ന ഈ ഒരു വലിയ വിപത്തിനെതിരെ ശക്തമായ പ്രതിരോധം തീർക്കാൻ വേണ്ടി എല്ലാവരും ഒരുമിച്ച് നിൽക്കണം എന്നത് മാത്രമാണ് ഇന്നത്തെ ദിവസം അഭ്യർത്ഥിക്കാനുള്ളത്. വിദ്യാർത്ഥികളുടെ റാലിയും ഫ്ലാഷ് മോബും നടന്നു. വിവിധ രാഷ്ട്രീയ സാമൂഹിക രംഗത്തുള്ള നേതാക്കളായ പ്രദീപൻ മേലോത്ത്,
ബി ബാസിത്ത്, ഷുഹൈബ്, ഡോക്ടർ സലീം, ഡോക്ടർ താജുദ്ദീൻ, ബി ഫസൽ എന്നിവർക്ക് പുറമെ രാഷ്ട്രീയ നേതാക്കന്മാരായ റിജിൽ മാക്കുറ്റി, സി സമീർ, എം ഫൈസൽ, അസ്ലം പിലാക്കിയിൽ, ബഷീർ കണ്ണാടിപ്പറമ്പ്, സി ഇംതിയാസ്, മൊയ്തു, അഷ്റഫ് ബംഗാളി മൊഹല്ല എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. മുഖ്യാതിഥികളായി അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ ഷിബു PL, സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ്, പ്രമുഖ സാമൂഹിക പ്രവർത്തകൻ ഡോക്ടർ സുരേന്ദ്രനാഥൻ എന്നിവരും പങ്കെടുത്തിട്ടുണ്ട്. സിറ്റി വാട്സപ്പ് കൂട്ടായ്മയിലെ അബു അൽമാസ്, യൂനസ് എന്നിവരും പരിപാടിയിൽ പങ്കെടുത്തു. ലഹരിവിരുദ്ധ ജനകീയ കൂട്ടായ്മ ചെയർമാൻ P മുബഷീർ അധ്യക്ഷത വഹിച്ചു. കൺവീനർ K നിസാമുദ്ദീൻ, RP വിനോദ്, പ്രദീപൻ മേലോത്ത്, ഹാരിസ് മുഹമ്മദ്, ഡോക്ടർ സുൽഫിക്കൽ അലി തുടങ്ങിയവർ പങ്കെടുത്തു.